Hello friends, welcome to channel. 𝙑𝙤𝙑𝙯 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ OneCard ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ ഇതിനു മുമ്പ് EMI എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത് നമുക്ക് EMI കൺവേർട്ട് ചെയ്ത് നമുക്ക് EMI പേ ചെയ്യാം എന്നങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ക്രെഡിറ്റ് കാർഡിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ജനറേറ്റ് ആവും, എന്നിട്ട് നമുക്കത് പേ ചെയ്യണം. അപ്പോൾ എങ്ങനെ പേ ചെയ്യണമെന്നൊക്കെ നമ്മൾ ഇത് കൂടെ അതും കൂടി കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ OneCardൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ അത് പേ ചെയ്യാം, എങ്ങനെ നമ്മൾ EMI കൺവേർട്ട് ചെയ്തത് EMI എങ്ങനെ പേ ചെയ്യാം എന്നൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ആപ്പിലേക്ക് പോകേണ്ടി വരും, നമുക്ക് ഡയറക്റ്റ് കാണിച്ചു തരാൻ പറ്റുള്ളൂ. എന്തായാലും ഈ മാസത്തെ പേയ്മെൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. പിന്നെ കുറച്ചാൾ നമുക്ക് കുറേ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് FD ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, OneCard ലൈറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ OneCard ലൈറ്റ് എന്ന് പറയുന്നത് FD ഇട്ട് നമുക്ക് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അത് ഡയറക്റ്റ്ലി ഫുള്ളി ബേസ്ഡ് അപ്പോൺ നമ്മുടെ FD ആണ്. അത് OneCard മാത്രമല്ല, ആക്സിസ് ബാങ്കിനും HDFC ബാങ്കിനും ICICI ബാങ്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നിങ്ങളത് FD ഇടാൻ നോക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് ഒരു മാസത്തേക്കോ 2 മാസത്തേക്കോ വേണ്ടി നിങ്ങൾ അങ്ങനെ തുടങ്ങാണ്ടിരിക്കുക നല്ലതെന്ന് വെച്ചാൽ അതിനൊരു എക്സ്ട്രാ ചാർജ് വാങ്ങിക്കും. 6 മാസം മിനിമമാണ്. 6 മാസത്തിന് മുമ്പ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അവർ കാർഡ് ജനറേറ്റ് ചെയ്തതിനൊക്കെ ചാർജ് 300-400 സംതിങ് അവർ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ FD കാർഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൊരു അത്യാവശ്യം ഒരു ലെങ്ത്തിന് ഇടാനുള്ളത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ശരിക്കും നഷ്ടമാണ്. പിന്നെ ഞാൻ എന്തായാലും മാക്സിമം നമ്മളെ FD കാർഡ് റെക്കമെൻഡ് ചെയ്യില്ല, നോർമൽ ക്രെഡിറ്റ് കാർഡ് തന്നെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അത് എൻ്റെ OneCard ഒക്കെ നോർമൽ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ FD കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ FD ഇട്ടിട്ട് വേണമല്ലോ നമുക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ. അപ്പോൾ പൈസയുടെ ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ അത് FD ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല, നോർമൽ ക്രെഡിറ്റ് കാർഡ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. പിന്നെ വേറെ ഒരു രക്ഷയില്ലാത്തവർക്ക് പിന്നെ നമുക്ക് വേറെ ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള ഓപ്ഷൻ ഇല്ലാത്തവർക്ക് പിന്നെ വേറെ രക്ഷയൊന്നുമില്ല, ഈ FD ഇട്ട് ക്രെഡിറ്റ് കാർഡ് തന്നെ രക്ഷയുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ തീരുമാനം അനുസരിച്ച് നോക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് എന്ന് വെച്ചാൽ കുറേ പേര് ഇതിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് എല്ലാത്തിനും ഓരോരോ ഇതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മാറി നമുക്ക് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എല്ലാം ഓരോരുത്തർക്കും ഓരോ അതിൻ്റെ റിക്വയർമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാം മാറി വരും. അപ്പോൾ നിങ്ങളുടെ ഒരു കറക്റ്റ് ഡിസിഷനിൽ നോക്കിയെടുക്കുക. എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ ഡിസിഷൻ ആണല്ലോ. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് അറിയാം കരമര്യാദയ്ക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ആകെ കുളവും. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് നോക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മെസ്സേജ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു എനിക്ക് കറക്റ്റ് വീഡിയോ എടുത്തില്ല, എന്തായാലും നിങ്ങൾ നമ്മൾ കാണുന്നതായിരിക്കും, സ്ക്രീനിൽ കാണുന്നതായിരിക്കും. പിന്നെ നമുക്ക് എന്തായാലും നമുക്ക് ഇനി ആപ്പിലേക്ക് പോകണം, ഫുള്ളായിട്ട് കാണിച്ചു തരണമെങ്കിൽ. പിന്നെ നമ്മളൊരു ആമസോണിൻ്റെ സ്റ്റോറിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആമസോണിൻ്റെ സ്റ്റോറിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ഔട്ട് ചെയ്ത് നോക്കട്ടെ. നമ്മൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകളും അതുപോലെ എല്ലാ കാറ്റഗറീസിൻ്റെ ടോപ്പ് 5 ഐറ്റംസിൻ്റെ എല്ലാത്തിനും ലിങ്കും ശരിക്കും നമ്മുടെ സ്റ്റോർ പോലെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആമസോണിൻ്റെ തന്നെ ഒരു ഇൻഫ്ലുവൻസർ സ്റ്റോർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സംഭവമാണെന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ അസോസിയേറ്റ് സ്റ്റോർ പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുൾ ലിങ്ക്സും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും നമുക്ക് എന്തെങ്കിലും സംശയം തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് കമൻറ്റായിട്ട് ചെയ്താലും മതി. ഞാൻ എല്ലാത്തിനും കമൻറ്റ് അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കുന്നതാണ്. പിന്നെ സൗണ്ട് കുറച്ച് കുറവുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ കുറച്ച് 2 ദിവസമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റിക്കവറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫുള്ളി മാറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൊബൈൽ സ്ക്രീനിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നമ്മുടെ ആപ്പ് എടുക്കാം, OneCardൻ്റെ ആപ്പ് എടുക്കാം. ഞാൻ OneCardൻ്റെ ആപ്പ് തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഓപ്പണിങ് വരിക. ഞാൻ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കട്ടെ. അപ്പോൾ എൻ്റെ ഹോം പേജ് ഇപ്പോൾ ഇവിടെ വന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. OneCard ഈസ് ആക്റ്റീവ് ടോട്ടൽ സ്പെൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ബില്ല് ഓൾറെഡി ജനറേറ്റഡ് ആണ്. ബിൽ ഡ്യൂ ഓൺ 2nd Feb എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് EMI ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ബിൽ ഡ്യൂ 8,373 ആണ്. അതിൽ ടോട്ടൽ എനിക്ക് താഴെ കാണിക്കേണ്ട മന്ത്ലി EMI ആയിട്ട് 911 വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ അത് ഞാൻ 6 മാസത്തേക്ക് ഒരു EMI സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് എങ്ങനെ പേ ചെയ്യാമെന്നാണ് നിങ്ങൾക്ക് ഇവിടെ പേജ് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് ഓൾറെഡി അറിയേണ്ടായിരിക്കും. നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്മളിപ്പോൾ EMI എന്നെടുത്താലും ആ EMI വരുന്നത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ജനറേഷൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ ബില്ല് ജനറേറ്റ് ആവുന്നത് നമ്മുടെ EMI എമൗണ്ട് കൂടിയിട്ടായിരിക്കും നമുക്ക് ജനറേറ്റ് ആവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ EMI പേ ചെയ്യാൻ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഇവിടെ കാണിക്കുന്ന ഇതുണ്ടല്ലോ, ഈ ബിൽ ഡ്യൂ, അതിൽ നമുക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള എമൗണ്ടാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫുള്ളായിട്ട് ടോട്ടൽ എമൗണ്ട് ഡ്യൂ 8,373. മിനിമം ഡ്യൂ എന്ന് നിങ്ങൾ മാത്രം പേ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഫുൾ ട്രാപ്പാണ് അതൊക്കെ. ക്രെഡിറ്റ് കാർഡ് ഉള്ളവർ കറക്റ്റായിട്ട് ഉപയോഗിക്കുക. FD തുടങ്ങിയിട്ട് ഉപയോഗിക്കുന്നവർ ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ
കറക്റ്റായിട്ട് FD ക്രെഡിറ്റ് കാർഡ് വേണം, FD ഇട്ടിട്ട് തുടങ്ങാനുള്ള കറക്റ്റൊരു ഡിസിഷൻ എടുത്തിട്ട് ചുമ്മാ ഒരു മാസത്തേക്ക് 2 മാസത്തേക്ക് അങ്ങനെ വേണ്ടിയിട്ട് എടുക്കാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അത്ര പെട്ടെന്ന് അവർ ക്ലോസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ചാർജും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് അവർ തരുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഫൈനാൻഷ്യൽ ഡിസിഷനൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് എടുക്കുക. നോർമൽ എടുക്കുകയാണെങ്കിൽ ഓക്കെ, പിന്നെയും ഓക്കെയാണ്. പക്ഷേ FD ക്രെഡിറ്റ് കാർഡൊക്കെ സൂക്ഷിച്ചെടുക്കുക. എന്താ വെച്ചാൽ നമുക്ക് FD ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഹ്യൂജ് എമൗണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്പം തന്നെ എന്താ പറയുക ഈ ക്ലോസിങ്ങും ഡിസ്പേഴ്സിങ്ങും ഒന്നും നടക്കാൻ സാധ്യതയില്ല. ഇത് ഫുള്ളി ഡിജിറ്റലാണല്ലോ അതൊക്കെ. അതിപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ബാങ്കിൽ പോയി എടുക്കുന്ന FD കാർഡാണെങ്കിൽ ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ OneCardൻ്റെ മാത്രമല്ല എല്ലാത്തിൻ്റെ അവസ്ഥ ഇതേപോലെ തന്നെയാണ്. അപ്പോൾ FD എടുക്കാനുള്ള ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഒരു എമൗണ്ട് എടുത്തു വെച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു എമൗണ്ട് ഉള്ളവർ മാത്രമേ FD ക്രെഡിറ്റ് കാർഡ് എടുക്കുക. ക്രെഡിറ്റ് കാർഡ് വേണമെന്നുള്ളത് പെട്ടെന്ന് വേണമെന്നും അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ഒരു ശരിക്കും ഒരു ഫൈനാൻഷ്യൽ ഡിസിഷൻ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു ശരിക്കും അത് ആക്ച്വലി ഒരു ലോണാണ്. ആക്ച്വലി ബാങ്ക് നമുക്ക് തരുന്ന ഒരു ലോണാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പേഴ്സണൽ ലോൺ പോലെ തന്നെ നമുക്കൊരു എമൗണ്ട് നമ്മുടെ സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് അങ്ങനെ വെച്ച് തരുന്നതാണ് ക്രെഡിറ്റ് കാർഡൊക്കെ. അപ്പോൾ ഈ FD എടുക്കുന്ന ക്രെഡിറ്റ് കാർഡും അത് മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ നല്ല ട്രാപ്പിലേക്ക് വന്ന് വീഴും. അപ്പോൾ ഈ ചുമ്മാ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് FD ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നോക്കാണ്ടിരിക്കുക. കറക്റ്റായിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിഷൻ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള നമ്മുടെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡിസ്ക്ലൈമറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഇതുപോലെ ഈ ബാങ്കിങ്ങിൻ്റെ കാര്യത്തിലുള്ള ചാനൽ നോക്കിയാൽ ഇങ്ങനത്തെ ഒരു ഡിസ്ക്ലൈമർ പറയുന്നത് വെച്ചാൽ ഓരോരുത്തർക്കും നമുക്ക് ഓരോ വീഡിയോ ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ റിക്വയർമെൻറ്റും ഓരോ ആവശ്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. നമ്മളൊരു ഇത് പറഞ്ഞു വെച്ചിട്ട് ഒരാൾക്ക് ചിലപ്പോൾ അത് കറക്റ്റായിരിക്കും, വേറെ ആൾക്കാർ ചിലപ്പോൾ അത് ഒരു ആപ്റ്റ് ആവില്ല. അപ്പോൾ അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്വയം കറക്റ്റുള്ള എന്താ പറയുക കുറേ നേരം കറക്റ്റായിട്ടുള്ള തിങ്ക് ചെയ്തിട്ടുള്ള ഡിസിഷനിലൊക്കെ വെച്ച് എടുക്കാട്ടല്ല. ഞാൻ സ്ഥിരമായിട്ടൊക്കെ ഇപ്പോൾ ഇത് പറയുകയാണ്. കുറേ പേര് നമ്മളിപ്പോൾ കാർഡിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് നോക്കിയിട്ട് എടുക്കുക എന്നാണ് പറയാനുള്ളത് എനിക്ക്. നോർമൽ ക്രെഡിറ്റ് കാർഡായാലും കറക്റ്റ് നോക്കിയിട്ട് എടുക്കുക, കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെയാണ് FD ക്രെഡിറ്റ് കാർഡായാലും കേട്ടോ. എന്ന് വെച്ചാൽ FD ക്രെഡിറ്റ് കാർഡ് നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ, അത് വേറൊരു ഇതാണ്. നോർമൽ ക്രെഡിറ്റ് കാർഡാണെങ്കിൽ പിന്നെ ഞാൻ ഓക്കെ പറയാം. എന്ന് വെച്ചാൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ FD ക്രെഡിറ്റ് കാർഡ് അതല്ല, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് വേണം. എന്നിട്ടത് കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിച്ചിട്ട് പോകണം. എന്നിട്ടത് നമുക്ക് അതിൻ്റെ എന്താ പറയുക ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് വേണം. അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ഫൈനാൻഷ്യൽ ഡിസിഷൻ നോക്കി എടുക്കാം. പിന്നെ ഇതിൽ നമുക്ക് ഓൾറെഡി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് മിനിമം ഡ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനിമം ഡ്യൂ മാത്രം അടയ്ക്കരുത്, ശരിക്കും ട്രാപ്പാണ്. നമുക്ക് ഇൻട്രസ്റ്റ് വരും ബാക്കിയുള്ളതിനൊക്കെ. നിങ്ങൾക്ക് ഇവിടെ കാണാം 14 days റിമൈനിങ് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള PDF സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കാണാൻ പറ്റും. കണ്ടു ബാലൻസ് നമുക്ക് ഇത്ര ഉണ്ടായിരുന്നു ഈ വർഷം തുടങ്ങുമ്പോൾ. സ്പെൻഡ് 23,000. പോസ്റ്റ് EMI നമുക്ക് 923 വരുന്നത്, ഇൻട്രസ്റ്റ് ചാർജ് ഇല്ല. ഫീസ് നമുക്കത് ഫസ്റ്റ് EMI ഉണ്ട്, അത് കാരണം ചെറിയൊരു ഫീസ് വരുന്നുണ്ട്, പ്രോസസ്സിംഗ് ചാർജ് പോലെ. റീഫണ്ട് വന്നേക്കുന്നത് 22,000 ആണ്. അതിൽ ന്യൂ EMI എനിക്ക് 5,220 ഒരു പ്രൊഡക്റ്റിൻ്റെ EMI ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂട്ടിയിട്ടുള്ള ഒരു എമൗണ്ടാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ഇത് തന്നെ പേ ചെയ്താൽ മതി. ഇത് പേ ചെയ്യണമെങ്കിൽ നമുക്ക് പേ ചെയ്താൽ പിന്നെ എനിക്ക് പുതിയൊരു ഓഫർ വന്നേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ പേയ്മെൻറ്റും വേണമെങ്കിൽ ഇപ്പോൾ എൻ്റെ ടോട്ടൽ എമൗണ്ട് ഉണ്ടല്ലോ 8,000, അത് വേണമെങ്കിൽ എനിക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കൺവേർട്ട് ബാലൻസ് ഇൻ ടു EMI. ഞാൻ എന്തായാലും അത് കൺവേർട്ട് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഫുള്ളായിട്ട് അടയ്ക്കാൻ പരിപാടിയാണെന്ന് വെച്ചാൽ അതിന് നമുക്ക് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വേറെ വരും. അപ്പോൾ ഇതൊക്കെ ഒരു ഫൈനാൻഷ്യൽ ഡിസിഷനാണ്, കറക്റ്റ് നോക്കിയിട്ട് എടുക്കുക. എന്നാണ് എനിക്ക് പറയാൻ ഉദ്ദേശിച്ചത്. വെച്ചാൽ ഇങ്ങനത്തെ ഓഫേഴ്സ് ഇങ്ങനെ കുറേ വന്നുകൊണ്ടേ ഇരിക്കും. അവർ ഇങ്ങനത്തെ തരാം അങ്ങനെ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓഫേഴ്സ് വന്നുകൊണ്ടിരിക്കും. ഓഫേഴ്സിൻ്റെ കാര്യത്തിൽ OneCard കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ OneCard ഈ നമുക്ക് ബാലൻസ് തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഈ പെയിൻ ഇൻസ്റ്റാൾമെൻറ്റ് തന്നെ ഒരു പുതിയ ഓഫറാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു ഓഫർ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചത് കണ്ടോ, കൺവേർട്ട് ബാലൻസ് ഇൻ ടു EMI. അപ്പോൾ ഇതൊരു പുതിയ ഓഫർ വന്നേക്കുന്നതാണ് OneCard. എനിക്ക് ബാനറോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആയ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വേണമെങ്കിൽ EMI കൺവേർട്ട് ചെയ്യാം. അതൊന്നും വേറെ ക്രെഡിറ്റ് കാർഡിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഓഫേഴ്സുകളാണ്. അപ്പോൾ OneCard അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഓഫേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓഫേഴ്സിൻ്റെ പേജ് വന്നാൽ ഞാൻ വേറെ കാണിച്ചു തരാം. എനിക്ക് വന്നേക്കുന്ന ഓഫേഴ്സുകളുടെ അതായത് പറഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് വന്നേക്കുന്ന ഓഫേഴ്സ് നിങ്ങൾക്ക് പേജ് പോയി കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞാൽ കാണാം. സെൻട്രൽ സ്റ്റോറിൽ നമുക്ക് 10% ഓഫർ ഉണ്ട്. സ്വിഗ്ഗിയിൽ, ടാറ്റ ക്ലിക്കിൽ, ബുക്ക് മൈ ഷോ, സ്വിഗ്ഗി. ഇതൊരു കോൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ആക്ച്വലി നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് വിളിച്ചത് നമ്മുടെ കോവിഡ് ടെസ്റ്റിൻ്റെ ആൾക്കാരായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ കാണാൻ പോയി കാണുക, പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അതുപോലെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.